ദോഷമായി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന മാതാപിതാക്കൾ. സന്ധ്യയായാൽ പണ്ടൊക്കെ ആന വരും പാമ്പ് വരും എന്ന് പറഞ്ഞാണ് എൻ്റെ പേരൻസ് ഒക്കെ ദുഃഖിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കാലത്ത് അയ്യോ എൻ്റെ മോൻ വരും, പിശാച് കയറി വരും, അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിയാണ്. ആമേൻ. 3, 3:30, 4 ആകുമ്പോഴേലും പൂട്ടിയ ഗേറ്റ് പിന്നെ ഒന്നുകൂടെ പൂട്ടി, പിന്നെ ഗ്രില്ല് പൂട്ടി, പിന്നെ അകത്തെ കതവ് പൂട്ടി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വലിച്ചു നോക്കും, പൂട്ടിയിട്ടുണ്ടോ. ആരെ പേടിച്ച്? കാട്ടാനെ പേടിച്ചല്ല, കള്ളനെ പേടിച്ച്, സാമൂഹ്യ ദ്രോഹിയെ പേടിച്ച്, കുറുവാ സംഘങ്ങളെ പേടിച്ച് മനുഷ്യൻ ഉയർന്ന ഗേറ്റും ഉയർന്ന കതവും ക്യാമറയും എല്ലാം വെച്ച് ജീവിക്കുകയാണ്. പണ്ടൊക്കെ ഒരു കല്യാണം നടന്നാൽ ഗ്രാമം ഒന്നിച്ച് നടത്തിയിരുന്നു, ഒന്നിച്ച് സന്തോഷിച്ചിരിക്കുന്നു. ഗ്രാമത്തിലെ ഒരു മകൾ എല്ലാവർക്കും മകളായിരുന്നു. ആമീൻ. അത് പൊതുവായി സന്തോഷിച്ചിരുന്നു. ഒരു മരണം നടന്നാൽ മരിച്ച വീട്ടിലെ ആളുകൾ കരഞ്ഞും ദുഃഖിച്ചും ഇരിക്കും. അയലോക്കത്തുള്ളവർ ചേർന്ന് ആ കാര്യങ്ങളെല്ലാം നടത്തുകയും ദൂരെ നിന്ന് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി കിടത്തി 1 ദിവസം 2 ദിവസം കഴിഞ്ഞ് പൈസ വണ്ടിക്കൂലി പോലും കൊടുത്തയക്കുന്ന അയലോക്കംകാരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മതിലുകൾ ഉയർന്നു, വീടുകൾ പൊങ്ങി, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ അടുത്തവന്റെ വീട്ടിലെ സ്ഥിതി മരിച്ച് നാറി 4-ാം പക്കമൊക്കെയാണ് ഇപ്പോൾ നാം അറിയുന്നത്. അത്രമാത്രം മനുഷ്യബന്ധങ്ങൾ അകന്നു, സ്നേഹമില്ലാതായി, അവനോനിസം എന്ന് പറഞ്ഞതുപോലെ അവനവന്റെ കാര്യങ്ങൾ നോക്കിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് തിങ്ങി വിങ്ങിപ്പോകുന്ന എല്ലാ വേദനകളും ഒതുക്കി ഏറിപ്പോയാൽ മൊബൈലിൽ നോക്കിയിരുന്ന് ആയുസ് വാഴാക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ചിന്തയുമില്ല, ഒരു ആകുലതകളും ടെൻഷനുമല്ലാതെ യാതൊന്നും ബാക്കിയില്ലാത്ത ഒരു സമൂഹം ഇവിടെ വർദ്ധിച്ചു വരികയാണ്. പ്രിയരെ, each one is tempted by his own evil desire. ദുരാശ കയറി മനുഷ്യൻ പാപം ചെയ്യുന്നു. ആമേൻ. എങ്ങനെയാണ് കേരളത്തിലെ ബാങ്കുകൾ ഒന്നിച്ച് കാണാതാകുകയും നിരപരാധികൾ അതിൽ പണമിട്ട് വാർദ്ധക്യം ജീവിക്കാൻ ആഗ്രഹിച്ചവർ ആത്മഹത്യ ചെയ്യുന്നു? ദുരാശ കയറി, ദുരാത്മാവ് ദുരാശ കയറി മനുഷ്യൻ ചെയ്യുകയാണ്. ജോളി എന്ന പ്രിയ സഹോദരി, കാണാൻ സുന്ദരി, പഠിത്തക്കാരി, പേര് ജോളിയാണെങ്കിലും ആളത്ര ജോളിയല്ല. അന്യന്റെ ഭർത്താവിനെ സ്വന്തമാക്കുവാൻ, ആ കുടുംബസ്വത്തും തറവാടും തന്റെ പേരിലാക്കുവാൻ പിഞ്ചു കുഞ്ഞിനെ ഉൾപ്പെടെ 6 പേരുടെ ഉള്ളിൽ സൈനൈഡ് കൊടുത്തവളുടെ പേര് ജോളി. അവൾക്ക് പേരേ ജോളിയുള്ളൂ. ആമേൻ. ദുരാശയുടെ ആത്മാവിൽ, വക്രബുദ്ധിയിൽ. ആമേൻ. ഇപ്പോൾ പല മാധ്യമ പ്രവർത്തകരെ കുറിച്ചും മരമുറിക്കാരെ കുറിച്ചും മെസ്സിയെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും കേരളത്തിൽ നിന്നൊരു പുതുമയല്ലാത്ത വാർത്തയായിരിക്കുന്നു. ആരെയും ചതിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ജീവിക്കണം, ദീപസ്തംഭം പോരാ, മഹാചര്യം നമുക്കും കിട്ടണം പണം എന്നുള്ള അവസ്ഥയിൽ ചതിയും വഞ്ചനയും. ഒരു ബാങ്കിനെ പോലും വിശ്വസിക്കാൻ വയ്യ, ഒരു പോസ്റ്റ് ഓഫീസ് സേവിങ്ങിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് പ്രിയരെ. ഇങ്ങനെ പറയാൻ പോയാൽ ഈ പാപത്തിന്റെ മായാവലയങ്ങൾ വളരെ ഭീകരമാണ്, വളരെ പൈശാചികമാണ്, വളരെ തകർക്കുന്നതാണ്. ആമേൻ. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു, എല്ലാ മലയാളികളെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. ആമേൻ. ബൈബിൾ പറയുന്നത് പോലെ ആരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹമുള്ള ഹൃദയം ഞങ്ങളിലുമുണ്ട്. ഞങ്ങളും ഈ കവലകളിലും ഗ്രാമങ്ങളിലും ഒക്കെ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ആരെങ്കിലും ഒരാൾ ഞങ്ങളെ ശ്രദ്ധിച്ച് ജീവിതം ധന്യമാക്കുന്നു എങ്കിൽ ആരും നശിക്കരുത്, ഒരു കുഞ്ഞും ഒരു കുട്ടിയും ഒരു പെങ്കൊച്ചും ആരും ആത്മഹത്യ ചെയ്യരുത്, ആരും നശിക്കരുത് എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. സ്വതന്ത്രം. ഞങ്ങളും ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെയും പല സഹോദരങ്ങളുണ്ട്. വാറ്റി വിറ്റവരും വാറ്റി കുടിച്ചവരും എല്ലാ സാമൂഹ്യ ദ്രോഹ പ്രവൃത്തികളിലും ഒക്കെ ഇടപെട്ടവര്. സ്വതന്ത്രം. ഞങ്ങൾക്കൊരു ജീവിതം കിട്ടി പ്രിയരെ. ആ വർത്തമാനം നിങ്ങളെ അറിയിപ്പാനാണ് ഞങ്ങൾ വന്നത്. അതുമൂലമാണ് ഞങ്ങൾ ഇങ്ങനെ ഗ്രാമം തോറും പ്രസംഗിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ പറയുന്നു, യേശു തന്റെ ജനത്തെ, യേശുവിനെ അനുഗമിക്കുന്നവരെ, യേശുവിനെ അംഗീകരിക്കുന്നവരെ അവരുടെ പാപങ്ങളിൽ നിന്ന്, അവരുടെ അശുദ്ധിയിൽ നിന്ന്, അവരുടെ മദ്യപാനത്തിൽ നിന്ന്, അവരുടെ ദുർമോഹങ്ങളിൽ നിന്ന്, ദുരാശകളിൽ നിന്ന്, അവരെ ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം എന്നാണ് യേശുവിനെ കുറിച്ച് ആദ്യമായി കാണുന്ന പരാമർശം. അതേ പ്രിയരെ, ഏതുവിധ ബന്ധനങ്ങളും ഏതുവിധ ശാപങ്ങളും, എത്ര വർഷം പഴക്കമുള്ള ശാപദോഷങ്ങളും പാപദോഷങ്ങളും തഴക്കവഴക്ക ദോഷങ്ങളും വിടുവിച്ച് നിന്നെ സഹായിപ്പാൻ കഴിയുന്ന യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോടടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ മഹാദൈവത്തിന്റെ മനസ്സലിവിൽ ഞങ്ങൾ പറയുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു. സഹോദര സഹോദരി, നിന്റെ
ആമേൻ ഹൃദയത്തിന്റെ വേദനകൾ, മനസ്സിന്റെ വേദനകൾ, തകർച്ചകൾ, ആമേൻ അതിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള സദ്വർത്തമാനം ഞങ്ങൾ നിങ്ങളെ അറിയിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾ പിതാക്കന്മാർ പറഞ്ഞതുപോലെ പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ, വിടുവിക്കപ്പെടുവാൻ, മോചനം പ്രാപിക്കുവാൻ, ആശ്വാസം പ്രാപിക്കുവാൻ, സമാധാനം ലഭ്യമാകുവാൻ മറ്റൊരുത്തനിലും സാധ്യമല്ലാത്ത വിധം നിന്നെ സ്നേഹിപ്പാൻ യേശു എന്ന വ്യക്തി, ആ ഒരു വ്യക്തിത്വം, പാപം ചെയ്യാത്ത, പാപമറിയാത്ത, പാപമില്ലാത്ത, 5 കോടതിയിൽ 7 പ്രാവശ്യം വിധിച്ചിട്ടും അവനിലൊരു കുറ്റവും കാണാത്ത പരിശുദ്ധനായ, ആമേൻ സ്വർഗത്തേക്കാൾ പരിശുദ്ധനായ, മാതൃകാപരമായി ജീവിച്ചു കാണിച്ച, പാപികളെ സ്നേഹിച്ച, ആമേൻ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ, ആമേൻ മന്ദബുദ്ധികളെ സൗഖ്യമാക്കിയ, ആമേൻ മുടന്തരെയും കൂനിവരെയും സൗഖ്യമാക്കിയ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിച്ച, ആമേൻ സ്തോത്രം, ഏത് കാലത്തും നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച യേശു ഞങ്ങളെ രക്ഷിച്ചു. പ്രിയരെ, ആ രക്ഷ നിങ്ങൾക്കും സാധ്യമാണ് എന്ന് പറയാനാണ് പ്രിയരെ ഞങ്ങൾ ഇവിടെ വന്നത്. ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ, അധർമ്മികളായിരിക്കുമ്പോൾ, പാതകരും മ്ലേച്ഛന്മാരും എല്ലാവിധ തിന്മകൾക്കും അടിമകളുമായിരിക്കുമ്പോൾ തന്നെ നിനക്ക് വേണ്ടി മരിക്കിയാൽ നിന്നോടുള്ള കർത്താവായ യേശുവിന്റെ സ്നേഹം കാൽവരിയിൽ അവൻ പ്രദർശിപ്പിച്ചു എന്നാണ് വായിക്കുന്നത്. ആമേൻ. ആ പരിശുദ്ധനായ യേശു വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ ഇറങ്ങി മാനവജാതിയുടെ പാപം തന്റെ ക്രൂശിന്മേൽ, തന്റെ ശരീരത്തിന്മേൽ ആഹ്വിച്ച് ക്രൂശിൽ മരിച്ചപ്പോൾ, ആമേൻ, ബൈബിൾ 2 കാര്യം പറയുന്നു. ഒന്ന്, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവനെ കൈക്കൊണ്ട്, അവനെ അംഗീകരിച്ച്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് മകനായി മാറുവാൻ, മകളായി, അവകാശിയായി മാറുവാൻ യേശു ഒരു അവസരം ഒരുക്കി എന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ്. പ്രിയരെ, നിന്റെ ഏതുവിധ കഷ്ടപ്പാടുകളിൽ നിന്നും, അധപ്പതനത്തിൽ നിന്നും, മാനസിക ക്ഷീണത്തിൽ നിന്നും, ആമേൻ ഏകാന്തതയിൽ നിന്നും, ആമേൻ ഒറ്റപ്പെടലുകളിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, ഒരു മനുഷ്യന്റെ പാപം എത്ര കഠിനമായാലും ഹിമം പോലെ വെളുപ്പിച്ച് ഒരു മനസാക്ഷിയുള്ള നല്ല ജീവിതത്തിന് നിന്നെ സാധ്യമാക്കി തരുവാൻ യേശുവിന് കഴിയും. ഞങ്ങൾക്കത് ലഭിച്ചു, നിങ്ങൾക്കും അത് ലഭ്യമാണ്. അതുകൊണ്ട് അറിവില്ലായ്മയുടെ കാലങ്ങളെ, നഷ്ടപ്പെട്ടു പോയ പ്രായത്തെ ഇനി ഓർത്തു ദുഃഖിക്കാതെ, ആമേൻ സ്തോത്രം, ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും, ഹല്ലേലൂയ, ആമേൻ, ഈ പ്രദേശത്തുള്ള എല്ലാവരും, ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ജീവനുള്ള സത്യനിത്യതയുമായ യേശുവിലേക്ക് തിരിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന്, ആമേൻ, അവന്റെ സമൂഹത്തു നിന്ന് നിങ്ങൾക്ക് ആശ്വാസകാലങ്ങൾ ഉണ്ടാകും എന്ന് ബൈബിൾ പറയാം. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഓരോരുത്തരോടും ചോദിക്കും. ഒരു ആശ്വാസം, ഒരു സമാധാനം, ഒരു സ്വസ്ഥത, വീട്ടിലൊരു സ്വസ്ഥത, കുടുംബജീവിതത്തിലൊരു സമാധാനം, കുഞ്ഞുങ്ങളുമായിട്ടൊരു സമാധാനം, അതാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അത് ലഭ്യമല്ലാതെ വരുമ്പോഴാണ് തിന്മയിലേക്ക് പോകുന്നത്. അത് കിട്ടാതെ വരുമ്പോഴാണ് ഡൈവേഴ്സിലേക്ക് പോകുന്നത്. അത് കിട്ടാതെ വരുമ്പോഴാണ് അടിപിടി കേസുകളിലേക്ക് പോകുന്നത്. എന്നാൽ ആ സമാധാനം, യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും പാപത്തിന്റെ ഭാരത്താൽ കുഴഞ്ഞവരുമേ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് സമാധാനം, ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് സ്വസ്ഥത തരാം. ഈ പറയുക മാത്രമല്ല, പാപിയായ എന്നെ യേശു രക്ഷിച്ചു, എന്നെ സൗഖ്യമാക്കി. എൻ്റെ ഭാര്യ മാരകമായ ക്യാൻസറിന്റെ രോഗത്താൽ പിടിക്കപ്പെട്ടു. 2 മാരടവും മുറിച്ചു കളയാൻ മെഡിക്കൽ ശാസ്ത്രം പറഞ്ഞു. എന്നാൽ എനിക്ക് ആമേശ്വരം, അതേ, അതൊന്നും ആശുപത്രി പോകാനോ മരുന്ന് മേടിക്കുവാനുള്ള സാമ്പത്തിക ഭദ്രത അന്നില്ലായിരുന്നു. അന്നുമില്ല, ഇന്നുമില്ല. ആമേൻ. എന്നാൽ യേശുവിനെ എൻ്റെ ജീവനായി കണ്ടതുകൊണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ് യേശു എന്നുള്ളത് കൊണ്ട്, തന്നെ സമീപിക്കുന്നവരെ തള്ളിക്കളയത്തില്ലെന്നും തങ്ങളിലേക്ക് നോക്കിയവർ, ആമേൻ, അവരുടെ മുഖം പ്രസാദിച്ചു, അവർ ലജ്ജിച്ചു പോകാൻ സമ്മതിച്ചില്ല എന്ന യേശുവിന്റെ വാക്കോർത്ത് യേശുവിനോട് ഏതാണ്ട് 20 ദിവസത്തോളം 6-7 പേര് കൂടി കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ ഭാര്യയുടെ മാരടം മുറിക്കരുതേ, കൊച്ചു മക്കളാണേ, ഞങ്ങളെ തള്ളിക്കളയല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ടിടയായി. വീണ്ടും ആമേൻ, ഒരു പ്രിയപ്പെട്ടവൻ അല്പം സാമ്പത്തികം സഹായിച്ചു. ആശുപത്രിയിൽ പോയി പരിശോധിച്ചപ്പോൾ മുറിച്ച് കളയണമെന്ന് പറഞ്ഞ ഡോക്ടർ അന്ന് വീണ്ടും എക്സ്റേ എടുത്തു, പല പരിശോധനകൾ നടത്തി, അത്ഭുതത്തോട് ചോദിച്ചു. ആമേൻ.